പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ദേവബാല ആലോചിക്കുകയാണ്. പക്ഷേ ദേവബാലയെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ചന്തു. മാത്രവുമല്ല, ദേവബാല കൊല്ലുന്നതിന് വേണ്ടി കത്തിയുമായി വരികയും ചെയ്യുന്നുവെങ്കിലും ദേവബാലയുടെ കയ്യിൽ നിന്ന് കത്തി അനായാസം പിടിച്ചു വാങ്ങുകയാണ് ചന്തു. ഈ മാതിരി തൊട്ടിത്തരമെല്ലാം നീ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ഇതുമായി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല ദേവബാല, മനസ്സിലായോ? ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി നിന്നോട് പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ അഭിഷേകിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അവനെ ഇവിടെ ഇനി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ്റെ ഭാവിക്ക് അത് നല്ലതല്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അവനെ കൊണ്ടുപോവുകയാണ്. ഇതോടെ ഇത് കേൾക്കുന്ന ദേവരാജൻ മുന്നിലേക്ക് വരുന്നു. ചന്തു, എൻ്റെ മോൾക്കൊരു തെറ്റുപറ്റി എന്നത് സത്യം തന്നെയാണ്. നീ അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളെന്താ പറഞ്ഞത്? തെറ്റുപറ്റിയെന്നോ? ഇവൾക്ക് മുഴുത്ത പ്രാന്താണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ അടുത്ത് ഇങ്ങനെ അഭിഷേകിനെ ഇട്ടേച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കണ്ടില്ലേ കത്തിയുമായി വന്നത്? അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അഭിഷേക് ജീവനോടെ തന്നെ ഉണ്ടാകും എന്നതിന് എന്താണ് ഉറപ്പ്? അത് പ്രായോഗികമല്ല മോനെ. നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. തെറ്റുകൾ ആർക്കായാലും പറ്റുന്നതല്ലേ. നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താം. പേടിക്കാതെ ഇരിക്കൂ, ഞാനുണ്ട്. നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇല്ല, ഇതിനി ഒരു പരിഹാരവുമില്ല. അഭിഷേകിനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇതോടെ പ്രമീള കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ്. പ്രമീളയാകട്ടെ ചന്തുവിന് അനുകൂലമായി നിൽക്കുകയാണ്. ചന്തുവിൻ്റെ വീട്ടിലേക്ക് അഭിഷേകിനെയും കൊണ്ടുപോകാം. ആ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്ന അവർ പ്രമീളയും കൂടെ വരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ദേവരാജനാകെ തകർന്നു പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.